അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നും അല്ല, ഇവിടെയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ട മാതിരി തന്നെ നമ്മൾ വീടിൻ്റെ മേലെ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. 24 മണിക്കൂറത്തേക്ക് പഠിക്കാനല്ല, അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് 24 മണിക്കൂറത്തേക്ക്. പിന്നെ സ്കൂൾ പൂട്ടി. ഈ വീഡിയോ ഇന്നലെ എടുക്കണം വിചാരിച്ചിരുന്നു. അതിന് ചില പ്രശ്നങ്ങളൊക്കെ പറ്റി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന ഉണ്ടായിരുന്നു, പിന്നെ തൊണ്ടവേനയും, പിന്നെ അപ്പുറത്തെ വീട്ടിൽ നമ്മളെടുത്തുള്ള വീട്ടിൽ വാർപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടത്തേക്ക് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അതിനോട് ഇന്നലെ എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 9 മണി ആവാനായിട്ടുണ്ട്. നേരെ 9 മണിക്കാണ് കയറുക മേലോട്ട്. നാളെ 9 മണിക്കാണ് ഇറങ്ങുക. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അത് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. സ്കൂൾ കുട്ടി എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതുമല്ല, എന്തായാലും സ്കൂൾ കുട്ടി ഇനിയിപ്പോൾ ഒരു 5 ദിവസം ലീവ് എടുക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ട് ജെയുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ വിചാരിച്ച്. അതങ്ങനെയാണ്. അപ്പോൾ മേലേക്ക് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിന്. എന്തൊക്കെയുണ്ട്, 100 രൂപയ്ക്ക് ഇറക്കിയാണ്, 100 രൂപയ്ക്ക്. പിന്നെ അവിടെ അടിയിലൊരു ഒരു സോഡ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ചെറിയൊരു പണി കിട്ടി. അമ്മേൻ്റെ ഫോൺ കിട്ടിയില്ല, അതിപ്പോൾ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്ലിയർ ഉണ്ടാവുമോ എന്നറിയില്ല. അത്യാവശ്യം ക്ലിയറൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, പഠിക്കുന്നതൊക്കെ ഉടനെ വരും. ഇപ്പോൾ അത് സ്കൂൾ കൂട്ടിയിട്ട് 2ാമത്തെ ദിവസമാണ്. അപ്പം 5 ദിവസം ലീവ് എടുക്കുക വിചാരിച്ച്. ഒരു ദിവസം ഇന്നലെ കഴിഞ്ഞ്, ഞായറാഴ്ച, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇപ്പോൾ ബയോസയൻസുകാർക്ക് എക്സാം കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ CS ആയതുകൊണ്ടാണ് സ്കൂൾ കൂട്ടിയത്. ഇപ്പോൾ ബയോസയൻസുകാർക്ക് ചൊവ്വാഴ്ചയും കൂടി എക്സാം ഉണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ വരിക ചൊവ്വാഴ്ച വൈകുന്നേരമാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തിന് എന്തായാലും രാവിലെ ആവും. അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനേ ആവുള്ളൂ. ഇത് സ്പ്രേ പെയിൻ്റ് ഇട്ട് പഠിച്ചാണ്, വെറുതെ അടിച്ചൊന്നല്ല. എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാ ഒരു കിട്ടുന്ന പ്രതീക്ഷ. പിന്നെ നമ്മളെ ഗപ്പികളാണിത്. ഗപ്പികൾ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിത്തരാ. ചില്ലി മൊസൈക്കാണ്, 4 നെറ്റുള്ളൂ. ഗൈസ് മോളിൽ കയറാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്ന കോണി ഇവിടെ എത്തണം. കയറുക. അപ്പോൾ വെച്ചിട്ടുണ്ട്, ഇനി കയറണം. അപ്പോൾ ഗൈസ് 9:05 നമ്മളിപ്പോൾ ഏകദേശം 8:55 കയറിന്. ഈ ഇവിടെ ഉള്ള വീട്ടിലായിരുന്നു വാർപ്പ് ഇന്നലെ. കാണാമല്ലോ. ഞാനിപ്പോൾ മൈക്ക് വെച്ചില്ല, മൈക്ക് കുറച്ച് കഴിഞ്ഞാലാണ് വെക്കുക. ഇനിയിപ്പോൾ കുറച്ച് സെറ്റപ്പ് ഇത് ആദ്യമാണ്. അത് വീതി കൊണ്ടുവന്നു ഇവിടേക്ക് വെക്കാനുള്ളതാണ്. പിന്നെ സാധനങ്ങളൊക്കെ അടിയിലുണ്ട്. മൈക്ക് അത് എടുക്കുന്നു. ഇവിടെയും പിന്നെ ബടി മാത്രമേ തണലുള്ളൂ. ഇപ്പോൾ ഫുള്ള് വെയിലാണ്. എന്തായാലും ഇപ്പോൾ തന്നെ വീതി തുടങ്ങണം, നല്ലതായിട്ടുള്ളൂ പോയി ഇരിക്കാനുള്ളൂ. ബുക്ക് അവിടെ തണലുണ്ടെന്ന് പറഞ്ഞേ. ഓൻ ബുക്കൊന്നും എടുത്തില്ല. ഓൻ അങ്ങനെ ഇറങ്ങും, ഞാൻ ഇറങ്ങില്ല എന്നുള്ളൂ 24 hour. പക്ഷെ ചെറിയ പണി കിട്ടി. എന്താണ് ബാത്റൂം പോകണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇറങ്ങേണ്ടി വരും. അല്ല, ഓരോ മിനിറ്റ് വരുമ്പോൾ അങ്ങനെയല്ല, ഇടവിട്ട് ഇറങ്ങേണ്ടി വരും. 1 മിനിറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ 5 മിനിറ്റ് കൂടി 24 hour പിടിക്കും. 8:55 കയറിന്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെയോ കൊണ്ടുവരാണ്ട്, വിരിക്കണം ഇനി. അപ്പോൾ വിരിക്കൽ പണിയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ തണലിട്ടിട്ടുണ്ട്. കെട്ടിയതൊന്നും റെഡി ആയിട്ടില്ല. ഇത് ആദ്യം അവിടെ ഇട്ടിരുന്ന്. പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വൃത്തിയൊക്കെ ഉണ്ട്, മാറാലൊക്കെ തട്ടുണ്ട്. അപ്പോൾ മൈക്ക് വെച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ തൊപ്പിയൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നല്ല തണലുണ്ട്. ഇതിപ്പോൾ കെട്ടുന്ന റെഡിയൊന്നും തോന്നില്ല. അപ്പോൾ ആകെ ചെറുതായിട്ടൊന്ന് ഇളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും റെഡിയാക്കും. പിന്നെ സ്റ്റഡീൻ്റെ ചാനലായിട്ടാണ്. പിന്നെ ആദ്യം കുറച്ച് കഴിഞ്ഞാൽ ബുക്ക് എടുത്തുകൊണ്ട് വരും. ഞാൻ എന്തായാലും ഒന്നും പഠിക്കുന്നില്ല. 5 ദിവസം ലീവ് എടുത്താണ്. ഇനിയിപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കുന്ന വീഡിയോസ് മാത്രമേ വരുള്ളൂ, അത് ഉറപ്പാണ്. അവിടെ എന്തൊക്കെ എടുക്കുന്നുണ്ട്. ഗായ്സ് ആദ്യത്തേക്ക് നാരങ്ങ വെള്ളം കളിക്കാനും പിന്നെ ഓൻ്റെ ബുക്ക് കൊടുക്കാനും പോയിന്. അപ്പോൾ നമുക്ക് ഇതിലെന്തൊക്കെ ഉണ്ട് നോക്കാം. ഓന്നല്ല വാങ്ങിയിരുന്നു. ₹2 ബിരിയാണിയൊക്കെ 5 എണ്ണം ഉണ്ട്. മാഗി ഉണ്ട് 28 രൂപ. അതിനെത്ര റുപ്യാണെന്നൊന്നും അറിയില്ല. 25 റുപ്യാണ്.
പാർലേജി, പിന്നെ അച്ചാർ. ഇത് സോഡയിലടിക്കാനുള്ളതാണ്. രാത്രി അടിക്കുകയെന്നാണ് പറഞ്ഞത്. എപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എരിയണ വെയിൽ നല്ല എരിയണ ചൂടുള്ള സാധനം കുടിച്ചിട്ട് ആകെ ഇതാവും. അത് ചടപ്പാണ്. അതിനോടാണ് പഠിക്കാത്തത്. ഇപ്പോൾ നാരങ്ങ നല്ല മധുരമുള്ള കുടിക്കുക വിചാരിച്ച് 4-5 അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ കുറേ ബിസ്കി മിഠായി അങ്ങനെ ബിസ്കി. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇനിയിപ്പോൾ ഇപ്പോണ്ട് ഇറങ്ങാനില്ല, അമ്മാതിരി വെയിൽ. ഒരു ഉച്ചക്കായിട്ട് വേണം അവിടെ കെട്ടാൻ, അല്ലെങ്കിൽ കയ്യിലാവും. ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുള്ളൂ. അരമണിക്കൂർ പോയിട്ടുള്ളൂ. ടൈം പോകുന്നില്ല. അപ്പോൾ ഗൈസ് ആദ്യം ടാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നാരങ്ങളല്ല, ടാങ്കാണ് കളിക്ക്. അത്യാവശ്യം തോനുണ്ട്. കക്കസൊക്കെ കിട്ടണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ബിരിയാണിയൊക്കെ തിന്നാൻ പോവാണ് 2 രൂപേൻ്റെ. പിന്നെ സോഡയും എന്താണ് ടാങ്കും. ഗൈസ് ടൈം പോകുന്നില്ല, 10 മണിയായി. ഇനിയിപ്പം എന്തായാലും 12 മണിയാവും. എന്നാലേ 12 മണി ആക്കാൻ കുറേ ടൈം എടുക്കും. അതിനോണ്ട് നമ്മൾ ഒരു സിനിമ കയറ്റിച്ചിട്ടുണ്ട്, ബ്രഹ്മയുഗം. അത് നമ്മൾ കയറ്റിച്ചിട്ടുണ്ട്. ഇനി അത് കാണാൻ പോവാണ്. ആദ്യം അവിടെ ഉണ്ട് ഓൻ്റെ ഓക്കെ പിടിച്ചിട്ട് ഞാൻ എൻ്റെ ഓക്കെ തിന്നെടുത്ത്. അപ്പം ഇനി ബ്രഹ്മയുഗം കാണാൻ പോവാണ്. ഹാഫ് ടൈമിൽ കുറച്ച് ബ്രേക്ക് എടുക്കും. ഗായ്സ് ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ബ്രഹ്മയുഗം കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഗായി കളിക്കുക. എന്താ അറിയില്ല. ഇപ്പോൾ ഇവിടുന്ന് നീക്കായില്ല. അതിനോണ്ടാണ് അപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയാത്ത. ചാട്ടപ്പ് വെയിൽ ഇവിടെ വിരിച്ചിട്ടിരിക്കുകയാണ്. തല മേലെടുത്ത് ഇങ്ങനെ തല ഇങ്ങനെ താത്തി നോക്കിയിട്ട് ഫോണിക്ക്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് ഇറങ്ങും പുറത്തേക്ക്. വെയിൽ പോയാൽ മതി. എന്തായാലും ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ വെയിലുണ്ടാവില്ല. അപ്പോൾ 11 മണി ആയിട്ടുള്ളൂ. താഴത്തേക്കൊക്കെ ഇറങ്ങാം. എനിക്ക് മാത്രം ആദ്യക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഓപ്പളും ബുക്കൊന്നും എടുത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പഠിക്കാൻ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ ആകാശം നോക്കി കിടക്കുകയാണ്. ആകാശമുള്ള അടിയിൽ ടാങ്കാണ്. ഇവിടെ തള്ളാണ്. ഇവിടെ മുകളിൽ ടാങ്കാണ്. തെറ്റി പോകും. ഇപ്പോൾ വിശക്കണമൊന്നുമില്ല. എന്തായാലും ചോറൊക്കെ ഇവിടേക്ക് എത്തിച്ചു തരും. രാത്രി എത്തിച്ചു തരും എന്നാണ് പറയുന്നത്. ഒച്ചുണ്ടാക്കല്ലേ ഓടെ ഇതാ ഓക്കെ എന്നാണോ തല ഒത്തിരി കെട്ടുന്നത്. ഇവിടെ വിരിച്ചിന് അടിയിൽ. അപ്പോൾ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അതാണ് ഞാൻ പണ്ട് പഠിച്ച സ്കൂള്. 10ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ച്. അവിടെ നോക്കിയാൽ മതി. +1 +2 അവിടെ ഉണ്ട്. വലിയ വൈബില്ല അവിടെ. അതുമല്ല പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ദൂരത്തേക്ക്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ എടുക്കാൻ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഇല്ല. അവിടെ തന്നെ ഉള്ളൂ. പിന്നെ അവിടെ എന്താ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. അതാണ്. പിന്നെ താഴത്തൊക്കെ അമ്പലമൊക്കെ അവിടെ. സ്കൂള് ഉണ്ടല്ലേ. പിന്നെ പുള്ള് കാലൊക്കെ അമ്മാതിരി വെയിൽ. ഇവിടെ കുറച്ച് നേരം കൂടി നിൽക്കാവുള്ളൂ, അല്ലെങ്കിൽ ഓടേണ്ടി വരും ഇവിടെ. ഗായ്സ് നമ്മളിതാ പാർലേജ് കുളിച്ചിട്ടുണ്ട്. വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. കണ്ണ് കാണണ്ട്. എന്നാലും അങ്ങനെയാണ് പറയണത് എല്ലാവരും. എന്താ അറിയില്ല. എടുത്ത് എനിക്കൊരു 3 എണ്ണം. അപ്പോൾ 2 എണ്ണം തിന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ചായ വൈകുന്നേരം ഉണ്ടാക്കും. പൊളിയാണ്. ആദ്യക്ക് ഇന്ന് കരാട്ടൊക്കെ ഉണ്ട്. അതിനോണ്ട് ചെറിയ സീൻ കിട്ടി. അപ്പോൾ ഇറങ്ങി പോവും. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ താഴത്തേക്ക് പോയിട്ടില്ല കേട്ടോ. ബാത്റൂം പോകാൻ പോലും ഇല്ല. അപ്പോൾ ഏകദേശം എത്രയാണെന്നറിയോ? 11:40 ആയിട്ടുണ്ട്. ഇനി നമ്മളെന്തായാലും നല്ല വെയിലുണ്ട്. പുറത്തിറങ്ങാൻ കഴിയില്ല. അജാതി വെയിൽ. ഇത് കാര്യം പറഞ്ഞ ആ പൈപ്പ് മേലൊക്കെ ചവിട്ടാൻ കഴിയുന്നില്ല. അത്രയും വെയിലുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗൊന്നുമല്ല. അതൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ളോഗല്ല. സ്റ്റഡി വ്ളോഗ് ഇനി വരും. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോ വരും. നാളെ നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മളെ കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു ദിവസം നമ്മളവിടെ നിൽക്കും. പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഒരു മണി 1:15 ചോറ് തിന്നാൻ പ്ലാനിട്ട്. അപ്പോൾ തന്നെ ചോറ് അങ്ങോട്ട് എത്തിച്ചേരും. ചോറ് ഇനി തിന്നുമ്പോൾ എടുക്കല്ലേ. അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ ഗൈസ് ഇവിടെ കാർഡ്സ് എത്തിയിട്ടുണ്ട്. ആദ്യമേ കാർഡ്സ് എടുത്തുകൊണ്ടുവന്നു. നമ്മളിത് കളിക്കാൻ പോവാണ്. അല്ലാതെ ടൈം പോകുന്നില്ല. കാർഡ്സ് കളിച്ചാണ്ട് ഒരു മണിക്കൂർ കണ്ട് കളയും. എന്തായാലും 5 ദിവസം ലീവ് ആയതുകൊണ്ട് ഞാൻ വെറുതെ കളയാൻ ടൈം. വെറുതെ കളഞ്ഞിട്ടൊരു ഇതില്ല. എന്തായാലും 5 ദിവസം കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ വരും, ഉറപ്പാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ട്. നല്ല വീഡിയോസ് ആവും. അപ്പോൾ കാർഡ്സ് കളി തുടങ്ങി.
എക്സാമിനറിന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അലക്സാറൊരു വീഡിയോസ് ഇട്ടിരുന്നല്ലോ ആ ഡെറിവേഷൻ്റെ, അതിൽ അലക്സാറ് കണ്ടു എന്നത് ഞെട്ടിപ്പോയി ഞാനൊക്കെ. പിന്നെ അതിന്ന് ഇപ്പോൾ വിളിച്ചിട്ട് എനിക്ക് അവരുടെ ബാച്ച് ഫ്രീ ആയി തന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല അത്ര ഒന്നും. അത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, ഞാൻ ഫുള്ള് ഡെറിവേഷൻ, എനിക്ക് അലക്സാറിൻ്റെ ക്ലാസ് നല്ല മനസ്സിലാവണം അത് ഇട്ടായിരുന്നു. അപ്പോൾ അതിന് ബാച്ചൊക്കെ ഫ്രീ തന്നു. എന്താ പറയണ്ടേ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതിൽ കമൻറ്റൊക്കെ ഇട്ടിരുന്നു എക്സാമിനറിന്. ഓക്കെ ആണ്, എന്താ പറയുക, ഒന്നും പറയാനില്ല. ഗായ്സ് ഇവിടെ ഒരു ടെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചോട്ടുണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയാണ്. ഇവിടെ നിൽക്കാനില്ല, ഞാൻ അങ്ങോട്ട് നോട്ടെ ഇപ്പം ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് 1:15 ഇവിടെ ഗാർഡ്സൊക്കെ പരത്തിയിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ താഴത്തേക്ക് ചോറിനാൻ പോയിന്, കഴിഞ്ഞപ്പോൾ ആദ്യം ചോറെടുത്തുണ്ടായിരുന്നു. ആദ്യം നന്മവരം കളിച്ച് ചോറെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എരുന്ത് കറി ഉണ്ട്, കാണില്ലേ, ബ്രൈറ്റ്നസ് കിട്ടിത്തരാം. എരുന്ത് കറി ഉണ്ട്, പിന്നെ എരുന്ത് വറുത്തതുണ്ട്, അല്ല എന്താണിത്, എരുന്ത് പുഴുങ്ങിയുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്, എന്ത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുണ്ട് പൊരിച്ച്, അതുള്ളൂ, അത്ര ഉണ്ട്. അപ്പം ഇനി ചോറ് കഴിഞ്ഞിട്ടാണ് ഗായ്സ്. അപ്പം 4:30 ആയിട്ടുണ്ട്. പിന്നെ ചോറ് കഴിഞ്ഞപ്പോൾ ഫോണിൽ ചാർജ് തീർന്നു, പിന്നെ അത് കുത്തിയിടാൻ പോയി. ഇപ്പോൾ ഒന്ന് ഉറങ്ങി നീറ്റിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ സോഡ എടുത്തിട്ടുണ്ട്, സോഡ അടിക്കാൻ പോവാണ്. പിന്നെ രാത്രിക്ക് ഉണ്ടാവും എന്നാണ് ആദ്യം പറയുന്നത്. ഉണ്ടാവും വിചാരിക്കുക. ഒന്ന് ഒഴിച്ച് ഓടിച്ച സോഡ എത്ര ആയിട്ടുണ്ട്, കുടിച്ച് തീർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. ഇനി രാത്രി ഉണ്ടാക്കുന്നതാണ് ഇത് മൊത്തം വെച്ചിട്ട്. അപ്പം നമ്മൾ നല്ല മുളക്കെടുക്കും, ഇത് കൊളായിന്ന് എടുത്ത്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഉള്ള കാര്യമല്ല, ഇതുവരെ നമ്മൾ താഴ്ത്തിക്ക് പോയില്ല, ഞാൻ താഴ്ത്തിക്ക് പോയില്ല. ആദ്യം ഇപ്പോൾ ഏകദേശം 3 വട്ടമായിട്ട് താഴ്ത്തിക്ക് പോയി, ഇതുവരെ ഞാൻ താഴ്ത്തിക്ക് പോയില്ല. ഇനി എന്തായാലും ഒരു 2 വട്ടമൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ താഴ്ത്തിക്ക്. മാക്സിമം 2 വട്ടം അല്ലെങ്കിൽ മിനിമം 1 വട്ടമേ ചാൻസ് ഉള്ളൂ. ഇവിടേക്ക് കിട്ടി. ഇപ്പോൾ 4:30 ആയപ്പോൾ സൂര്യ അപ്പുറത്തായി, ഇപ്പോൾ വെയിൽ അവിടേക്കൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ 5 മണിക്ക് അതിൻ്റെ വെയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അപ്പം ഇറങ്ങിയാൽ നടന്ന് വീഡിയോ എടുക്കുക, അത് കൂടി നടന്ന് പോകുക, പ്രതീക്ഷിക്കുക. ഇവിടെ വെയിലടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉറങ്ങിയിട്ട് ഇപ്പോൾ 2:30 ഉറങ്ങിയത്, ചാർജ് ചെയ്തിട്ടിരിക്കുന്നു ഫോൺ ആദ്യം പോയിട്ട്. 2:30 ഇപ്പോൾ 4:00 ഓ. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ, ഒരു മണിക്കൂർ കൂടി 5:30 പിന്നെ വെയിലൊക്കെ പോകും. പിന്നെ ഫുള്ള് സിമ്പിൾ സിറ്റിയാണ്. പിന്നെ നാളെ 9 മണി വരെ, പിന്നെ ഒരു 10 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങിയിട്ട് തള്ളിയാൽ മതി, വേറെ പണിയൊന്നുമില്ല. എന്തായാലും ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ലെന്നേ പറയുള്ളൂ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 6:50 ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഇരുട്ടാവാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെയിലില്ലാത്തതുകൊണ്ട് നല്ല വൈബുണ്ട് ഗൈസ്. ആദ്യം അവിടെ മാഗിയും വെച്ച് പോയിന്, താത്തിങ്ങനെ പോയിന്. മാഗി 2 മാഗി ഉണ്ട്, 2 മാഗി ഉള്ള ഒരു പാക്കറ്റിൽ 2 മാഗി ഉള്ളതാണിത്. മോൻ കുറേ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നണേ, അതങ്ങനെയാണ്. അത് 2 ആൾക്കൂടിൻ്റെയൊക്കെ മോൻ കുറേ എടുക്കും. തട്ടിപ്പ് അവിടെ ഉണ്ട്. നല്ല വൈബുണ്ട് ഗൈസ് ഇവിടെ ഇരുന്ന് തിന്നുമ്പോൾ. എന്താ പറയുക, നല്ല കാറ്റുണ്ട്. ഇപ്പം രാവിലെ നല്ല ചൂടായിരുന്നു, അതിനൊരിപ്പം നല്ല കാറ്റുണ്ട്, നല്ല തണലുണ്ട്. അപ്പോൾ ഗൈസ് ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്, 8:05 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സാമിനറിൻ്റെ ഓഫീസ് ടൂർ കണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 8:05 ആയി. ആദ്യം പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഷോർട്സും കണ്ടിരിക്കുകയാണ്, ടോർച്ച് ഓണാക്കിയിട്ട്. ബുക്കും കൊണ്ടുവന്നിന്, എന്നിട്ട് ഷോർട്സ് കണ്ടിരിക്കുകയാണ്. അതാ ചന്ദ്രൻ നിൽക്കുന്നത്. സൂമിങ് പവർ കാണിച്ചതാ, ഇതെന്ത് സൂമാവത്ത്, ഇത്രയും സൂമാവുള്ളൂ ഗായ്സ്. നമ്മൾ വിചാരിച്ചാൽ അത്ര നിലാവൊന്നല്ല, നല്ല നിലാവുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ കാണണമെന്നുള്ളൂ, നല്ല നിലാവുണ്ട്. പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് നല്ലോണം കാണുന്നുണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ ചോറെത്തിയിട്ടുണ്ട്. കറി എരുന്ത് കറി തന്നെ ഉച്ചത്തെ. പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ അതന്നെ ഉള്ളൂ. അപ്പോൾ ചോറ് തിന്നിട്ട് അപ്പോൾ ഗൈസ് നിലാവത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല വൈബുണ്ട്. ഈ രാത്രി നല്ല നിലാവുണ്ട്, പക്ഷേ ഫോണിലുണ്ട് കാണുന്നില്ല, എന്താ അറിയില്ല. അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്, നല്ല വൈബുണ്ട്. പറയുമ്പോൾ മനസ്സിലാവില്ല, ഇരുന്ന് കഴിച്ചേക്കണം. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ കഴിച്ചത്, വൈബാണ്. അപ്പോൾ ആദ്യം താഴ്ത്തിക്ക് പോയിന്, കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വാളിബം കാണാൻ പോകണം, മോഹൻലാലിൻ്റെ. പ്രമയുഗം കാണാനില്ല, സ്റ്റെക്കായി കളിക്കുക, എന്താ അറിയില്ല. ടോർച്ചൊന്ന് ഓഫാക്കിയട്ടെ. സ്റ്റെക്കായി കളിക്കുക. ഇനിയിപ്പോൾ വാളിബൻ 2 മണിക്കൂർ 34 മിനിറ്റ് ഉണ്ട്.
അതിൻ്റെ ബ്രേക്കിൽ നമ്മളിവിടെ അച്ചാർ സോഡ അടിക്കും. ഉച്ചയ്ക്ക് അടിച്ചിരുന്ന് ക്ലിയർ ആയിട്ടില്ല. അച്ചാർ സോഡ ഉണ്ട്, അച്ചാർ ഇതിലുണ്ട്. അച്ചാർ സോഡ അടിക്കും. പിന്നെ ഇത് നമ്മളിങ്ങനെ സിനിമ കണ്ട് തിന്നാ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സിനിമ കാണാൻ പോവാണ്. എന്തായാലും 2:34 ഉണ്ട്. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? ഇപ്പോൾ 9:52 ആയിട്ടുണ്ട്. 2:34 12 മണിയാവും ഇപ്പോൾ. അപ്പോൾ കിടന്നിറങ്ങിയാൽ ഒരു 8 മണിക്ക് നീറ്റാകും, 9 മണിയാവും. അപ്പോൾ കാണട്ടെ. അപ്പോൾ സിനിമയുടെ ഹാഫ് ആയിട്ടൊന്നുമില്ല, അറിയാതെ ഹിന്ദി ആയിപ്പോയി കയറ്റി. വാളിബൻ വലിയ രസമൊന്നും തോന്നില്ല. അപ്പോൾ സോഡ ഒഴിക്കുകയാണ്, സോഡ അടിക്കാൻ പോവാണ്. ഒഴിക്കുകയാണത്. പച്ചാറ് പൊട്ടിച്ച് ഒഴിക്കും. രണ്ടാൾക്കും സമാക്കുന്നുണ്ട്. ഒഴിക്കോട്ടെ വേഗം. അച്ചാറ് പൊട്ടിച്ചിട്ട് ഇന്ത്യക്ക് ആദ്യം പൊട്ടിച്ചിട്ടൊരു ഇളക്കി കൊണ്ടാ. എന്ത് ആർത്താ? കൊണ്ട ടോർച്ച് പടിയൊക്കെ സ്മൂർത്താ സ്മൂർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്ത്യതാ ഒടിച്ചടി തീർത്തിട്ടുണ്ട്. ആദ്യം ഇതവിടെ തണുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇട്ടുണ്ട് തലയിൽ. എങ്ങനെ കേട്ടെ അടിപൊളി ഐസ് എരിയുണ്ട്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആകെ ഒരു പാക്കറ്റ് സാധനം മാത്രമേ ഉള്ളൂ, അത് തിന്നില്ല. ഇനി നമ്മൾ സിനിമ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വെച്ചിരിക്കുകയാണ്. സിനിമ ഫുള്ള് കാണണമെന്നില്ല, അടിച്ചിട്ടാണ്. ഹിന്ദി കണ്ട് ചടച്ചിരിക്കുകയാണ്. അപ്പോൾ കാണട്ടെ. അപ്പോൾ 11:15 ആദ്യം അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇനി അവിടെ ഉറങ്ങണം. വാളിബൻ കണ്ട് അത് ഹിന്ദി ആയിട്ടൊരു വൈബില്ല. ഹിന്ദി ആയിട്ടാണെന്നാണ് തോന്നുന്നത്, ഒരു വൈബ് ഇട്ടില്ല. അത് ചന്ദ്രനൊക്കെ നേരെ മുകളിലെത്തിന്. അപ്പം ഇനി നാളെ കാണാം രാവിലെ. 6:50 ഇന്നലെ നമ്മൾ 11:11 ഉറങ്ങി. ഇപ്പോൾ 6:50 ഒച്ചയൊക്കെ മാറിയാണ്, അറിയാൻ പറ്റാറില്ല. നല്ല മഞ്ഞുണ്ട്, കാണാൻ പറ്റുമോ അറിയില്ല. നല്ല മഞ്ഞുണ്ട്. ഇത് ആദ്യത്തെ പായലിരുന്ന് പറഞ്ഞ് ഞാൻ അവിടെ നല്ല വേണ്ടായിരുന്നു. നടുക്ക് വേനെടുത്തിട്ട് ചെയ്യാം. ഇതൊക്കെ എടുക്കാണ്ട് അത് തിന്നിട്ടില്ല ആ സാധനം. ഇനിയിപ്പോൾ ആദ്യം എടുത്ത് ഓരോന്ന് ഇറക്കി കൊടുക്കാൻ. എന്നിട്ട് 9 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. 6:50 2 മണിക്കൂർ കൂടിയിട്ട്. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അതിൻ്റെ അടുത്ത് കൊടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുള്ളൂ, അത് ഞാൻ കൊണ്ടുപോകും. സൂര്യനൊക്കെ ഉദിക്കൽ തുടങ്ങി. 7:10 ഇന്നലെ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ 2 വട്ടേ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് 5:30 ഒന്ന് 10:00. ചൂടായതുകൊണ്ട് അധികം താഴത്തേക്ക് കൊണ്ടൊന്നുമില്ല, നല്ല ചൂടായിരുന്നു. അതേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു കാക്കൻ്റെ കൂടുണ്ട്, അതിൻ്റെ അടുത്ത് സൂമൊക്കെ കാണാൻ കഴിയുമോ? സൂമിന് ക്ലാരിറ്റി കുറവാണ്, അവിടെ പോയി കളിച്ചു. ആണ് അതിന് ശരിയെന്ന്. അപ്പോൾ 8 മണി ആവാനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്, നല്ല ഇതുണ്ട്. കാക്കകളൊക്കെ മുകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കുട്ടികൾ പറഞ്ഞിട്ടായിട്ടാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എന്തായാലും കമൻറ്റ്സിനൊക്കെ റിപ്ലൈ തരും. കാരണം എന്താ വെച്ചാൽ സ്കൂൾ കൂട്ടിയല്ലോ, അധികം കമൻറ്റ്സിനൊക്കെ റിപ്ലൈ തരുന്നൊക്കെ. പിന്നെ എന്താ, ഇന്നലെ രാവിലെ പോയത്, രാവിലെ 9 മണി എത്തിയിട്ട് 5:30 വരെ പോയത് നല്ല ടൈം പിടിച്ചിട്ടാണ്. പക്ഷെ രാത്രി പെട്ടെന്ന് പോയി. കാരണം എന്താ വെച്ചാൽ രാത്രി നല്ല തണുപ്പായിരുന്നു. രാവിലെ ചൂടുമ്പോൾ എടുത്തിട്ട് കണ്ണ് കാണാൻ മേലായിരുന്നു. അതാണ് സീന്. അപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലാണ് അവിടെ. ഞാൻ അതിനോണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ താഴ്ത്തിക്ക് ഇടണം. ഇനി താഴത്തുനിന്ന് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അലക്സ് സാറിനോടും എക്സാമിനർ ഫാമിലിനോടും വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ ഒരു ബാച്ചിൽ ഞാൻ ചേർന്നില്ലായിരുന്നു. കാരണം ക്യാഷ് ഇല്ലായിരുന്നു ഇവിടെ തന്നെ അല്ലെങ്കിലോ ലോണാണ് വീടിന്. അതിനോണ്ട് ഒന്നിലും ചേരാതിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. യൂട്യൂബ് ക്ലാസ്സൊക്കെ ചേരണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ചേർന്നില്ല. യൂട്യൂബ് ക്ലാസ്സും കണ്ട് നിൽക്കുക വിചാരിച്ചിരുന്നു പ്ലസ് ടു മൊത്തം. അങ്ങനെ മാർക്ക് ഉണ്ടാക്കുക വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഫ്രീ ആയിട്ട്. അതും ഉയര ബാച്ചല്ല, വേദ ബാച്ച് തന്നെ കിട്ടി. കീമിൻ്റെയും നീറ്റിൻ്റെയും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അതും പുറമെ ബുക്കും കിട്ടി. പിന്നെ എക്സാമിനറിൻ്റെ ടീഷർട്ടും പിന്നെ നോട്ട് പാഡും കലണ്ടറും പിന്നെ എക്സാമിനറിൻ്റെ ഒരു ചെറിയ നോട്ട് ബുക്കും അതൊക്കെ കിട്ടി. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വലിയൊരു താങ്ക്സ് ഉണ്ട്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. നല്ല സന്തോഷമായിന്. അവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി. ആരും ഇത്രയൊന്നും വിചാരിച്ചില്ലല്ലോ. എല്ലാവരും നല്ലതിലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എക്സാമിനർ താങ്ക്സ്, നല്ല താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.